സ്വൈപ്പിംഗ് മെഷീനുകളിലെ പണം ഇടപാട്. റുപേ കാർഡ് പേയ്മെന്റുകൾ ഇനി എംവി ചിപ്പ് വഴി മാത്രം. ജൂലൈ 1 മുതൽ റുപേ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളിലെ മാഗ്നറ്റിക് സ്ട്രൈപ്പ് ഉപയോഗിച്ച് ഇന്ത്യക്കുള്ളിലെ സ്വൈപ്പിംഗ് മെഷീനുകളിൽ പണമിടപാട് നടത്താനാകില്ല. പകരം റുപേ കാർഡുകളിലെ ഈ എംവി ചിപ്പ് തന്നെ ഉപയോഗിക്കണം. രാജ്യാന്തര ഇടപാടുകൾക്കും റുപേ കാർഡുകൾക്കും മാഗ്നറ്റിക് സ്ട്രൈപ്പ് ഇടപാട് അനുവദനീയമാണ്. കാർഡ് തട്ടിപ്പുകൾ തടയാനാണ് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നിർണായക തീരുമാനം. എന്താണ് മാഗ്നറ്റിക് സ്ട്രൈപ്പ്? എല്ലാ കാർഡുകളുടെയും പിൻവശത്ത് മുകളിലായി നീളത്തിൽ കാണപ്പെടുന്നതാണ് മാഗ്നറ്റിക് സ്ട്രൈപ്പ്. മുൻപ് എല്ലാ കാർഡുകളിലും കാർഡ് വിവരങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഇതിലാണ്. ഈ സ്ട്രൈപ്പ് പകർത്തി വ്യാജ കാർഡ് ഉണ്ടാക്കുന്ന കാർഡ് ക്ലോണിംഗ് തട്ടിപ്പുകൾ പെരുകിയതോടെയാണ് ഈ എംവി ചിപ്പുകൾ കൂടി നിർബന്ധമാക്കിയത്. എങ്കിലും മാഗ്നറ്റിക് സ്ട്രൈപ്പ് കാർഡുകളിൽ ഇപ്പോഴും ഉണ്ട്. രാജ്യത്തെ POS മെഷീനുകളിൽ ഈ എംവി ചിപ്പിനു പുറമെ മാഗ്നറ്റിക് സ്ട്രൈപ്പുകൾ റീഡ് ചെയ്യാനുള്ള സൗകര്യം നിർത്തലാക്കിയിട്ടുമില്ല. തട്ടിപ്പുകൾ എങ്ങനെ സംഭവിക്കുന്നു? വ്യാജമായി ഉണ്ടാക്കിയ ഒരു കാർഡിലെ ചിപ്പ് മനഃപൂർവ്വം കേടുവരുത്തിയ നിലയിൽ വ്യാപാരിയുടെ കയ്യിൽ നൽകുന്നു എന്ന് കരുതുക. പലതവണ ചിപ്പ് സ്വൈപ്പ് ചെയ്യുമ്പോഴും റീഡ് ചെയ്യാതെ വരുന്നതോടെ മാഗ്നറ്റിക് സ്ട്രൈപ്പ് റീഡ് ചെയ്യാൻ ശ്രമിക്കും. ഇതിനെ ഫോൾബാക്ക് എന്നാണ് പറയുന്നത്. ഇതുവഴി തട്ടിപ്പ് നടത്താം. ഈ എംവി ചിപ്പ് സുരക്ഷിതമെങ്കിലും മാഗ്നറ്റിക് സ്ട്രൈപ്പിന് അപകട സാധ്യത ഉണ്ട്. മറ്റു പല രാജ്യങ്ങളിലും മാഗ്നറ്റിക് സ്ട്രൈപ്പ് റീഡ് ചെയ്യുന്നതിനാൽ ഇത് കാർഡിൽ നിന്നും ഒറ്റയടിക്ക് നീക്കാനുമാകില്ല. ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.